ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനമായി ദിവസത്തിലായിരിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 1-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ ആട്ടികരുത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. സ്തോത്രം. സ്വർഗപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചനമായി വീണ്ടും നിൻ്റെ പാദപുറത്ത് ഞങ്ങളായിരിക്കുന്നു. കർത്താവേ, വചനത്തിൽ കൂടി ഞങ്ങൾ സംസാരിക്കണമേ, ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വചനത്തിനായ സ്തോത്രം. യേശു നാം തന്നെ അമ്മേ. കർത്താവിൻ്റെ വചനത്തിൽ വീണ്ടും സങ്കീർത്തന ഹല്ലേലൂയ വചനത്തെക്കുറി വീണ്ടും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഇടയായിത്തീരട്ടെ. 1-ാം സങ്കീർത്തനയുടെ 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. അവൻ ആട്ടികരുത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല പാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആര്? അപ്പോൾ തന്നെ 2-ാമത്തെ വാക്യം കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. അപ്പോൾ നമ്മൾ ആരാണ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. സ്വതൻ്റെ 1-2 ഒക്കെ വാക്യം കൂടെ ചേർത്ത് വായിച്ചെങ്കിലേ എൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ചേ അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. കർത്താവിൻ്റെ ന്യായപ്രമാണത്തെ, അതായത് കർത്താവിൻ്റെ വചനത്തെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതായത് എപ്പോഴും കർത്താവിൻ്റെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അതിപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ലോട്ടറി അടിക്കുന്നതല്ല ഭാഗ്യവാൻ, കർത്താവിൻ്റെ വചനം അനുസരിച്ച് അതിൽ ജീവിക്കുന്നവനാണ് തിരുവചന പ്രകാരം പറയുന്നത് ഭാഗ്യവാൻ. സ്വത്രം. അങ്ങനെ രാപ്പകൽ ധ്യാനിക്കുന്ന പുരുഷനെക്കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ചാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. അവൻ ആട്ടികരുത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ. ആട്ടികരുത്ത് നട്ടിരിക്കുന്ന വൃക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേരുകൾ എപ്പോഴും ഡീപ്പാണ്. അതിന് എത്ര വെയിലടിച്ചാലും എത്ര ഉഷ്ണം അടിച്ചാലും അതിൻ്റെ ഇല വാടിപ്പോകുകയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതേസമയം നമ്മൾ ഹല്ലേലൂയ ഈ ആറ്റരികത്തിലൊക്കെ മാറ്റി നമ്മൾ മരുഭൂമിയിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു ഉഷ്ണം അടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് വാടിപ്പോയി. അപ്പം നമ്മളെ ഭവനങ്ങളിൽ നടന്ന വൃക്ഷങ്ങളാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ വേരുകൾ ഡീപ്പല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്നും അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തില്ല എങ്കിൽ അത് വാടി ഉഷ്ണം അടിക്കുമ്പോൾ പെട്ടെന്ന് വാടി കരിഞ്ഞു പോകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് ആട്ടികരുത്തെന്ന് പറയുമ്പോൾ നദിയുടെ അടുത്ത് ഇരിക്കുന്നതായ വേരുകൾ ഡീപ്പായിട്ട് ഹല്ലേലൂയ വെള്ളത്തിലേക്ക് ചെല്ലുന്ന ആ വൃക്ഷത്തിന് ഒരിക്കലും ഒരു ഉഷ്ണം അടിച്ചാൽ അത് വാടിപ്പോകുകയില്ല. മാത്രമല്ല അത് ഉഷ്ണം കൂടുതലായ ഉഷ്ണം അടിച്ചാലും അതിൻ്റെ ഇലകളൊന്നും വാടിപ്പോകുകയോ അത് കരിഞ്ഞു പോവുകയോ ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൽ മാത്രമല്ല അത് തക്ക കാലത്ത് ഫലം, അത് ഓരോ സീസണിലും അത് ഫലം തരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടെ പ്രിയ ദൈവമക്കളെ നമ്മളോട് പറയുന്നത്, ആ പരിശുദ്ധാത്മാവിൽ അടിയുറച്ച് നമ്മുടെ വേരുകൾ പരിശുദ്ധാത്മാവിലാണ് ഡീപ്പായിട്ട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു ഉഷ്ണം അടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധി വരുമ്പോൾ നാം വാടിപ്പോകുവാൻ ഇടയായിത്തീരത്തില്ല. പണ്ടുള്ളവർ അമ്മച്ചിമാർ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, തീയിൽ കിളർത്തത് വെയിലത്ത് വാടുകയില്ല എന്ന്. സ്തോത്രം. അങ്ങനെ നാം പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ജനിച്ചവനാണെങ്കിൽ, ന്യായപ്രമാണത്തിൻ്റെ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഉണ്ടെങ്കിൽ നാം ഒരിക്കലും ചെറിയ ഒരു കാറ്റടിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു ഉഷ്ണം നമ്മൾ ജീവിതത്തിൽ അടിക്കുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നാം വാടിപ്പോവാനോ ഉണങ്ങിപ്പോവാനോ തളർന്നു പോവാനോ ദൈവം അനുവദിക്കത്തില്ല, നാം ആയിത്തീരത്തില്ല എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്ന നദിയിലേക്ക് നമ്മുടെ വേരുകൾ, നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം ആയിരിക്കുന്നെങ്കിൽ വേരുകൾ ആ ആഴത്തിലാണെങ്കിൽ നാം വാടിപ്പോകുകയില്ല. മാത്രമല്ല നമ്മുടെ ഇല എപ്പോഴും പച്ചയായിരിക്കും. മാത്രമല്ല നാം എപ്പോഴും ഫലം കായ്ക്കുന്നവരായിരിക്കും. സീസണുകളിൽ
ഫലം കായ്ക്കുന്നവർ എപ്പോഴും ഫലം തരുന്നതായിരിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നാം കായ്ക്കുന്നവരായിത്തീരും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഡീപ്നെസ്, ആ ആഴം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം സ്തോത്രം എപ്പോഴും മറ്റുള്ളവർക്ക് കർത്താവിൻ്റെ വചനപ്രകാരം പറയുന്ന ഫ്രൂട്ടസ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. സ്തോത്രം. ആകയാൽ ഈ നാളുകളിൽ ഹല്ലേലൂയ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ, ഇല പാടാത്ത വൃക്ഷം പോലെ, എപ്പോഴും ഫലം കായ്ക്കുന്ന വൃക്ഷമായി മറ്റുള്ളവർക്ക് നാം ഫലം കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു.